Hi viewers, welcome to the show. This is Chef Rajesh from SP Grandays. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഡിഷ് മട്ടൻ മേത്തി വാല. വളരെ സിമ്പിളാണ്, ഒരു നോർത്ത് ഇന്ത്യൻ വിഭവം. അപ്പോൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി മട്ടൺ ക്യൂബ്സ് ബോയിൽ ചെയ്ത് സ്റ്റോക്കോട് കൂടിയത്, ദെൻ ഹോൾ ഗരം മസാല, ഗാർലിക്, ജിഞ്ചർ, ഓണിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, കൊറിയാണ്ടർ ലീവ്സ്, മേത്തി ലീവ്സ്, അത് ഉലുവയില. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫ്രഷ് ഉപയോഗിക്കാം, പക്ഷേ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഡ്രൈ ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ കിട്ടും. ദെൻ ടർമറിക് പൗഡർ, ചില്ലി പൗഡർ, കൊറിയാണ്ടർ പൗഡർ, ഗരം മസാല, ഡാൽഡ, ഗീ, കേഷ്യൂ പേസ്റ്റ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി ഇതിൻ്റെ നമുക്ക് പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളൊന്ന് പറഞ്ഞതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, അപ്പോൾ അതിലൊരു കുറച്ച് ഡാൽഡ. ഇതിലേക്ക് ഞാൻ കുറച്ച് ഹോൾ ഗരം മസാല, അതായത് പട്ട, ഗ്രാമ്പൂ, അതിൻ്റെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇടുന്നത്. നമ്മൾ ഓൾറെഡി ഗരം മസാല ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്, പക്ഷേ കുറച്ച് ഒരു ഫ്ലേവർ നമുക്ക് നന്നായിരിക്കും. ചോപ്ഡ് ഗാർലിക് 2 ടീസ്പൂൺ, ജിഞ്ചർ 2 ടീസ്പൂൺ, സെയിം ക്വാണ്ടിറ്റി. ദെൻ ഗ്രീൻ ചില്ലി ഹാഫായി വരുമ്പോഴത്തെ ഓണിയൻ, ചോപ്ഡ് ഓണിയൻ അറൗണ്ട് ഒരു ഹാഫ് നമ്പർ. കുറച്ച് സോൾട്ട്, ഓണിയൻ ഒന്ന് ഹാഫ് സോട്ടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് ടർമറിക് പൗഡർ യൂസിങ് ഒരു ഹാഫ് ടീസ്പൂൺ, ദെൻ ചില്ലി പൗഡർ 1 teaspoon, then coriander powder using 2.5 teaspoon. പൗഡേഴ്സ് എല്ലാം ഒന്ന് റോസ്റ്റായി കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ടൊമാറ്റോ, ഒരു ഫുൾ ടൊമാറ്റോ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യും. ഈ ടൊമാറ്റോ ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്കും നമ്മൾ കുറച്ച് വെള്ളം, കുറച്ച് ഹോൾ മേത്തി, ഡ്രൈ ആയിട്ടുള്ള മേത്തി, അതായത് മേത്തി ലീവ്സ്, കസൂരി മേത്തി ലീവ്സ് നിന്ന് മേടിക്കാൻ കിട്ടും. ഇതെല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടും. അപ്പോൾ ഞാൻ ഈ ഡ്രൈ മേത്തിയാണ് ഇതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം, ഇതിൽ സ്റ്റോക്ക് ഒഴിച്ചതിന് ശേഷം ഞാൻ ഇട്ടിരിക്കണം, കാരണം ഈ ലീവ്സ് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി. ഇതിലേക്ക് ഞാൻ മട്ടൺ വിത്ത് സ്റ്റോക്ക് ആഡ് ചെയ്യണം. മട്ടൺ പൊതുവെ നമ്മൾ വീടുകളിൽ കുക്കറിലാണ് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ അതിൽ നോർമലായിട്ടുള്ള ജിഞ്ചാർലി പേസ്റ്റോ അല്ലെങ്കിൽ ടെർമറിക്, ചില്ലി പൗഡർ, സോൾട്ട്, നോർമൽ ഒരു പ്രൊസീജിയർ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. കുറച്ചൊന്ന് ബോയിലായി വരണം. നമുക്കിതിനൊന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് ഞാനിതൊന്ന് അടച്ചു വെച്ചിട്ട് ഉപയോഗിക്കും. നല്ലൊരു ആരോമ നമുക്ക് വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് സോൾട്ട്, ഗരം മസാല, കാഷ്നട്ട് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ. കേഷ്യൂ പേസ്റ്റ് അതായത് ബോയിൽ ചെയ്ത് നന്നായി പേസ്റ്റ് അടിച്ചതാണ്. ഇതൊന്ന് നമുക്ക് ഗ്രേവി ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് വരണം. കുറച്ച് കൊറിയാണ്ടർ ലീവ്സ്, ചോപ്ഡ് കൊറിയാണ്ടർ ലീവ്സ്, മട്ടൻ മേത്തി വാല, ഫിനിഷ് സെമി ഗ്രേവി. നമുക്ക് ഇതിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അല്ലെങ്കിൽ ബട്ടർ നാനിൻ്റെ കൂടെ, ഇവൻ പുലാവോ ബിരിയാണിയുടെ കൂടെ നമുക്ക് കഴിക്കാം. ഫൈനൽ ടച്ചപ്പ്, കൊറിയാണ്ടർ ലീവ്സ്. SP Grandays സ്പെഷ്യലായ മട്ടൻ മേത്തി വാല റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഏവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. സോ എൻജോയ് ദ ടേസ്റ്റ്.